ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ തിരുവോണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കറികളൊക്കെ ബാലൻസ് വരുമ്പോൾ അടുത്ത ദിവസത്തേക്ക് അത് ചൂടാക്കി ഉപയോഗിക്കുന്ന ഒരു പ്രവണത എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അങ്ങനെ സാമ്പാർ ചൂടാക്കിയപ്പോൾ പറ്റിയ ഒരു പരിപാടിയാണിത്, അടുക്കി പിടിക്കുക. ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കും മിക്കവാറും എനിക്കിങ്ങനെ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് സംഭവിച്ചു. കാരണം ഞാൻ ഇന്ന് വേറെ പരിപാടിക്ക് പോയി. എൻ്റെ മോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ അവളുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോഴത്തേനും നല്ലപോലെ അടുക്കി പിടിച്ചു. അപ്പം ഞാൻ കരുതി ഇങ്ങനെ അടുക്കി പിടിച്ച പാത്രങ്ങൾ, അതായത് നമുക്ക് നല്ലപോലെ അടുക്കി പിടിക്കുന്ന പാത്രങ്ങൾ, ഇത് സാമ്പാർ അടുക്കി പിടിച്ചതാ. ഇത് കുറച്ചൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്കത് പോയി കിട്ടും. പക്ഷെ എന്നാൽ ചിലതൊന്നും അങ്ങനെ പോവില്ല. നമ്മൾ എത്ര നല്ലപോലെ ഉരച്ചാലും ചില അടുക്കി പിടിച്ച ചില ഐറ്റംസിൻ്റെ പോവില്ല. അപ്പം ഞാനിന്ന് അങ്ങനെ ഒരു എന്താ പറയുക, പാത്രം അടുക്കി പിടിച്ച എളുപ്പം ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദയും റവ എടുത്തിട്ടുണ്ട്. മൈദയും റവയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മൈദയും റവയും കുറച്ചുകൂടെ ഈ പാത്രം അടുക്കി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ അടുക്കി പിടിച്ചതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ അടുക്കി പിടിച്ചതൊന്നും കഴുകാനായിട്ട് പ്രയാസമില്ല, കാരണം അത് കുതിർത്തിയിട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ട് കിട്ടും. പക്ഷെ നല്ല കട്ടയ്ക്ക് അടി പിടിച്ചിട്ട് നമുക്ക് കുക്കറൊക്കെ ചില സമയത്ത് നമ്മൾ മറന്നുപോയി അടിക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കഴുകിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം അങ്ങനെ അടുക്കി പിടിച്ച പാത്രങ്ങൾ എങ്ങനെ നല്ല സിമ്പിളായിട്ട് ഒരു സ്പോഞ്ച് പോലെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം. കമ്പി സ്ക്രബ്ബറല്ല, സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് പോലും നമുക്ക് കഴുകിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ഈ പാത്രം ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്, ഈ പാത്രം കുറച്ചുകൂടെ കരി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അടുക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് അടുക്കി പിടിക്കട്ടെ, അത് നല്ല രസമുണ്ട്. എന്തായാലും സാധാരണ നമ്മൾ പാത്രം അടുക്കി പിടിക്കാതിരിക്കാനാണ് നോക്കുന്നത്, പക്ഷെ ഇത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിടിക്കട്ടെ, കുറച്ചുകൂടെ നന്നായിട്ട് അടി പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേശ്ശെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ നല്ലപോലെ അടുക്കി പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം മിക്കവാറും ചില ആളുകൾക്കൊക്കെ ഈ കൈയുടെ ജോയിൻസിനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവർക്കിങ്ങനെ ഉരച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് തേക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇങ്ങനെ എന്താ പറയുക, ഓർമ്മക്കുറവ് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടി പിടിച്ചു, പാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ അടി പിടിച്ച് കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ അടുക്കി പിടിച്ചിട്ടുണ്ട്. ഞാൻ നല്ല കൂർത്ത ഇതുള്ള സ്പൂണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അടി പിടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങനെ ഇട്ട് ചുരണ്ടിയാലൊന്നും അത് വരില്ല. അപ്പം നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന്. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഈ പാത്രത്തിൻ്റെ അവസ്ഥ. ഞാനായിട്ട് അടുക്കി പിടിപ്പിച്ച പാത്രത്തിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സിന്തറ്റിക് വിനീഗർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ബ്രാൻഡൊന്നും വലിയ ബ്രാൻഡൊന്നും, എല്ലാം ഒരേ വിലയൊക്കെ കുറവാന്ന് തോന്നണം. അപ്പോൾ ആദ്യം വിനീഗർ ഒഴിക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, അതിനുശേഷം വിനീഗർ ഒഴിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് എത്ര ഭാഗം വരെയാണോ ഈ അടുക്കി പിടിച്ചത് അത്രയും ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഈ ചീനച്ചട്ടിയുടെ മൊത്തം ആ മോൾ ഭാഗം വരെയും അടുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം ഇങ്ങനെ വിനീഗർ കൂടുതൽ ഒഴിക്കണം കേട്ടോ. വെള്ളമല്ല കൂടുതൽ ഒഴിക്കേണ്ടത്, വിനീഗർ ഒഴിക്കുക. വെള്ളം അതിനനുസരിച്ച് മിതക്ക് നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഇത്തിരി വിനീഗറും ഇതും ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും എല്ലാം നല്ല സുന്ദരമായിട്ട് ഇളകി വരും. അപ്പം ഞാനത് വെയിറ്റ് ചെയ്യുന്ന ഭാഗം ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ആ വെള്ളം ചൂടാവുന്ന ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അടുക്കി പിടിച്ച എല്ലാം അങ്ങനെ തന്നെ ഇളകി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ വളരെ സ്മൂത്തായിട്ടാണ് ഞാനിത്
ചെയ്യുന്നത്, ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അടിയിൽ നമുക്ക് ഇളക്കുമ്പോൾ അറിയാലോ. അപ്പം നിങ്ങൾ വിചാരിക്കും സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നതുകൊണ്ടാണ്. തടിയുടെ തവി വെച്ചിട്ട് ഇളക്കാം. തടിയുടെ തവി വെച്ച് ഇളക്കിയാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ ഇളകി വരുന്ന ഒരു രീതിക്ക് നമുക്കിത് കിട്ടും. പിന്നെ മുകളിലത്തെ ആ ചെറിയ സൈഡിലൊക്കെ ഇങ്ങനെ കരി പിടിച്ച പോലെ ഉണ്ടല്ലോ, അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ എന്താ പറയുന്നത്, ഈ വിനാഗിരിയുടെ ഈ മിക്സ് ഉണ്ടല്ലോ, വിനാഗിരി ഉപ്പും ചേർത്ത മിക്സ് വെച്ചിട്ട് ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ അതിൻ്റെയും പോയി കിട്ടും. പിന്നെ പുറം ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കുന്നത് പോകുന്നത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അടിക്ക് പിടിച്ചതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനിത് മിക്സ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇങ്ങനെ ഇളകി വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ആറിയതിന് ശേഷം, ചൂടോടുകൂടി കൈ വെക്കരുത്, ചൂടാണ്, ഇത് നല്ലപോലെ ആറി കഴിയുമ്പോൾ നമുക്ക് അത് കഴുകിയെടുക്കാം. ഞാനത് വാരി കാണിക്കുന്നത് അടിക്ക് പിടിച്ചതെല്ലാം ഇളകി വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി ഇട്ട് തിളപ്പിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊഴികെ ഈ ഒരു പാടൊഴികെ ബാക്കി എല്ലാം ഇളകിപ്പോയി. ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്പോഞ്ച് പോലും അല്ല കേട്ടോ, ഒരു ചെറിയൊരു പീസ് തുണിയാണ്, തുണി പോലത്തെ ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സോപ്പ് അധികം ഉപയോഗിച്ചിട്ടില്ല. ആ തുണിയിലുണ്ടായ സോപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഞാൻ സോപ്പ് തൊട്ടിട്ടല്ല ഇത് ഈ കഴുകുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏത് പാത്രം ആയിക്കോട്ടെ, സ്റ്റീലിൻ്റെ പാത്രം ആയിക്കോട്ടെ, കുക്കർ ആയിക്കോട്ടെ, ഇതെല്ലാം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ചൂടാക്കുമ്പോൾ അടിക്ക് പിടിച്ചാൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എങ്ങനെ വൃത്തിയാക്കും എന്നുള്ള ടെൻഷനും വേണ്ട. ഞാൻ രണ്ടാമത് ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് കാണിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് വെളുപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.